നാട്ടാർക്കാർ മീഡിയയിലേക്ക് സ്വാഗതം. കാസർഗോഡ് തീപാറുന്ന മത്സരം തിരിച്ചുപിടിക്കാൻ LDF നോക്കാം വിശദമായി. പൊതുവെ ഒരു ഇടതുപക്ഷ മണ്ഡലമാണ് കാസർഗോഡ്. ഈ മണ്ഡലത്തെ ഭാഷാ സംഗമ ഭൂമി എന്നൊക്കെ പറയാറുണ്ട്. കന്നഡ, മലയാളം, തുളു, കൊങ്ങിണി അങ്ങനെ ധാരാളം ഭാഷകൾ സംസാരിക്കുന്നവർ ഇവിടെയുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രതിപക്ഷ നേതാക്കളിൽ ഒരാളായ AK ഗോപാലൻ 3 തവണ കാസർഗോഡ് നിന്നുമാണ് ജയിച്ചത്. 1957, 1962, 1967 എന്നീ വർഷങ്ങളിലാണ് AK ഗോപാലൻ ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചത്. ഈ 3 ഇലക്ഷനിലും മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചാണ് AK ഗോപാലൻ പാർലമെന്റിലെത്തിയത്. വളരെ അപൂർവ അവസരത്തിൽ മാത്രമാണ് കോൺഗ്രസ് ഈ മണ്ഡലത്തിൽ നിന്നും ജയിച്ചിട്ടുള്ളത്. ഒന്ന് 1971, പിന്നെ 1977, പിന്നീട് 1984. ഇതിനുശേഷം ഏറ്റവും ഒടുവിൽ 2019 രാജ്മോഹൻ ഉണ്ണിത്താനാണ് UDFന് വേണ്ടി അവിടെ നിന്ന് ജയിച്ചത്. ഈ മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്വഭാവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം കാസർഗോഡ്, മഞ്ചേശ്വരം മണ്ഡലങ്ങളിലെ മുസ്ലിം ലീഗ് സ്വാധീനം ഒഴിവാക്കി കഴിഞ്ഞാൽ കാസർഗോഡ് പൊതുവെ ഒരു ഇടതുപക്ഷ മണ്ഡലമാണ്. ലീഡ് വരുന്ന 2 മണ്ഡലങ്ങൾ ഈ അടുത്ത കാലത്ത് 2008 പുനഃസംഘടനയിലാണ് കല്ലിശ്ശേരിയും പയ്യന്നൂരും വന്നത്. അങ്ങനെ കാസർഗോഡ് ജില്ലയിലെ 5 മണ്ഡലങ്ങളും കണ്ണൂർ ജില്ലയിലെ 2 മണ്ഡലങ്ങളും ചേർന്നതാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം. 1971 കോൺഗ്രസിന് വേണ്ടി കടന്നപ്പള്ളി രാമചന്ദ്രനാണ് മണ്ഡലം തിരികെ പിടിച്ചത്. തോൽപ്പിച്ചതാകട്ടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന EK നായനാരെ. 28,404 വോട്ടിനാണ് EK നായനാരെ കടന്നപ്പള്ളി രാമചന്ദ്രൻ തോൽപ്പിച്ചത്. പിന്നീട് 1977 കേരളത്തിലെ 20 മണ്ഡലത്തിലും കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ജയിച്ചത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയും ഇതിനുണ്ടായിരുന്നു. ഇന്ത്യ മുഴുവൻ കോൺഗ്രസ് തകർന്ന സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യ കോൺഗ്രസ് പിടിച്ചെടുക്കുകയായിരുന്നു. പിന്നീട് 1984 ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം EK ബാലാനന്ദൻ പരാജയപ്പെടുകയുണ്ടായി. അദ്ദേഹത്തെ തോൽപ്പിച്ചത് I രാമറായ്. പിന്നീട് അങ്ങോട്ട് ഇടതുപക്ഷത്തിന് മാത്രമായിരുന്നു ഇവിടെ വിജയം. ഇതാണ് ഈ മണ്ഡലത്തിലെ പൊതുവെയുള്ള പശ്ചാത്തലം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2019 തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് കോൺഗ്രസിന് ജയിക്കാൻ പറ്റിയത്. കേരളത്തിൽ കാര്യമായ ത്രികോണ മത്സരം നടക്കുന്ന ജില്ലയാണ് കാസർഗോഡ്. കാരണം കാസർഗോഡ് ജില്ലയിലെ വടക്കേ അറ്റത്ത് 2 മണ്ഡലങ്ങൾ മഞ്ചേശ്വരവും കാസർഗോഡും, അതായത് കാസർഗോഡ്, മഞ്ചേശ്വരം, കാനങ്ങാട്, ഉദുമ, തൃക്കരിപ്പൂർ എന്നീ 5 മണ്ഡലങ്ങളും പിന്നീട് കണ്ണൂർ ജില്ലയിലെ 2 മണ്ഡലങ്ങളുമാണ് ഈ മണ്ഡലത്തിലുള്ളത്. ഇതിൽ തന്നെ കാസർഗോഡും മഞ്ചേശ്വരവും BJPക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ്. ഈ മണ്ഡലത്തിലും മറ്റു മണ്ഡലത്തിലും വോട്ട് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഒരു ത്രികോണ മത്സരത്തിന്റെ സ്വഭാവം ഇവിടെ രൂപപ്പെടുന്നുണ്ട്. 2019 BJP സ്ഥാനാർത്ഥി 1 ലക്ഷത്തിൽ പരം വോട്ട് നേടിയിരുന്നു. 2 ഘടകങ്ങളാണ് UDFന് ഈ മണ്ഡലത്തിൽ നേട്ടമുണ്ടാക്കിയത്. ഒന്ന് ശബരിമല പ്രക്ഷോഭം, 2 രാഹുൽ ഗാന്ധിയുടെ വരവ്. ഈ ട്രെൻഡിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇവിടെ ജയിച്ചത്. പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താൻ ഗ്രാസ് റൂട്ട് ലെവലിൽ കാസർഗോഡുകാർക്ക് സ്വീകാര്യനായിരുന്നു. CPMന് മറുഭാഗത്ത് നല്ല സംഘടനാ ശക്തിയുണ്ട്. അവരുടെ ജില്ലാ സെക്രട്ടറി തന്നെയാണ് മത്സര രംഗത്തുള്ളത്, MV ബാലകൃഷ്ണൻ. BJP സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നിരിക്കുന്നത് ML അശ്വിനി. മഹിളാ മോർച്ച ദേശീയ അംഗമാണ്. വിവിധ ഭാഷകളൊക്കെ സംസാരിക്കും. ചുരുക്കത്തിൽ ഒരു തീ പാറുന്ന പോരാട്ടം തന്നെയാകും കാസർഗോഡ് ഇക്കുറി നടക്കുക.